ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമുക്ക് ട്രഡീഷണൽ രീതിയിൽ നാടൻ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സാധാരണ നമ്മൾ വീട്ടിൽ അമ്മയൊക്കെ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാമിൻ്റെ കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ. അരി നന്നായിട്ട് കുതിർന്നതിന് ശേഷം അതായത് 4 മണിക്കൂറിന് ശേഷം ഞാൻ വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പത്തിന് ആവശ്യമുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ആകണ്ട കേട്ടോ, നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതിയാകും. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് ഉരുക്കിയെടുക്കാം. ഈ ശർക്കര ഒന്ന് തിക്കാകാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതിയാവും. 350 ഗ്രാം ശർക്കര എന്ന് പറയുന്നത് പാകത്തിനുള്ള മധുരമായിരിക്കും. ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് 400 ഗ്രാം വരെ എടുക്കാവുന്നതാണ്. ഇവിടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. കാരണം ചില ശർക്കരയിൽ അത്യാവശ്യം പൊടിയും അഴുക്കൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഇത്രയും അഴുക്ക് നമ്മുടെ ശർക്കരയിലുണ്ടായിരുന്നു. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി അരയ്ക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇവിടെ അരച്ചെടുക്കുന്നത്. ആദ്യം പകുതി പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പച്ചരി നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം അധികം ആകണ്ട കേട്ടോ, കാരണം ജീരകത്തിൻ്റെ ആ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇനി 5 ഏലക്ക, അത് ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നില്ല, അതിൻ്റെ കാമ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അത് ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ പകുതി ചേർത്ത് കൊടുത്തു. അത് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഞാൻ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് അരിയും നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ജീരകവും ഏലക്കയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 3 പാളയംതോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഉണ്ണിയപ്പത്തിന് ഏറ്റവും നല്ലത് പാളയംതോടൻ പഴമാണ് കേട്ടോ. അത് തൊലി കളഞ്ഞ് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉണ്ണിയപ്പത്തിലുള്ള മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ആദ്യം അരയ്ക്കുമ്പോൾ പഴമൊന്നും ചേർക്കാതാണ് അരച്ചെടുത്തത്. രണ്ടാമത് അരച്ചെടുത്തത് പഴമൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ ദോശമാവൊക്കെ അരച്ചെടുക്കില്ല, ആ ഒരു കൺസിസ്റ്റൻസി വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നല്ല ചൂടായി വരുന്ന സമയത്ത് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അത് ചെറിയതായിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പത്തിന് ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കണക്കാക്കി കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പത്തിന്. എള്ള് ചേർത്ത് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ എള്ള് നല്ല റോസ്റ്റായി കിട്ടും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യോടുകൂടി തന്നെയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തേങ്ങക്കൊത്തൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങക്കൊത്ത് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഉണങ്ങിയ തേങ്ങയുടെ തേങ്ങക്കൊത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എള്ളും തേങ്ങക്കൊത്തൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഇത് ട്രഡീഷണൽ രീതിയിൽ അത്യാവശ്യം 6-7 മണിക്കൂർ വെച്ച് പുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 6-7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടും. 6 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഈ സമയത്ത് മാവ് അല്പം തിക്കായിട്ടുള്ള പരുവത്തിലാണ് ഇരിക്കുന്നത്. ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. ഒരുപാട് മാവ് തിക്കായിട്ടിരുന്നാൽ ഉണ്ണിയപ്പം ഹാർഡായി പോകും. ഒരുപാട് അങ്ങ് ലൂസാകാനും പാടില്ല. ഇനി ഉണ്ണിയപ്പം ചെമ്പ് അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. ഓരോ കുഴിയിലായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 3/4 ഭാഗത്തുള്ള മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂടിപ്പോകാനും പാടില്ല, ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകാനും പാടില്ല. ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് കുഴികളിൽ നിന്ന് കണ്ടില്ലേ തനിയെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് ഉണ്ണിയപ്പം കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഉണ്ണിയപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് വളരെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പം കുക്കായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഉണ്ണിയപ്പം ഓവറായിട്ട് കുക്കായാലും ഒരുപാട് അങ്ങ് ഹാർഡായി പോകും കേട്ടോ. അതുകൊണ്ട് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കോരി മാറ്റാം. അങ്ങനെ ഉണ്ണിയപ്പം മുഴുവനായിട്ട് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നമ്മുടെ ഉണ്ണിയപ്പം. വളരെ കുറച്ച് മാത്രമേ എണ്ണ കുറവുള്ളൂ. ഇനി ആവശ്യത്തിന് എണ്ണ നമുക്ക് ഒഴിച്ചതിന് ശേഷം, എണ്ണ ചൂടായതിന് ശേഷം വീണ്ടും നമുക്ക് മാവ് ഓരോ കുഴികളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. കുഴികളിലെ 3/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി വളരെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും കുഴികളിൽ നിന്നും വിട്ടിട്ട് മാവ് ഈ ഉണ്ണിയപ്പം തനിയെ തിരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക അതിൻ്റെ ഒരു സൈഡൊന്ന് കുക്കായിട്ടുണ്ടെന്ന്. ഇനി മറിച്ചിട്ട് നമുക്കിതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഈ ഉണ്ണിയപ്പം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഉണ്ണിയപ്പം കുക്കായിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇവിടെ 6-7 മണിക്കൂർ മാവ് പുളിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ഉണ്ണിയപ്പം നല്ലോണം പൊങ്ങി വരുന്നില്ല, ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആകുന്നില്ലെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം എല്ലാം തയ്യാറാക്കി എടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ രീതിയിലുള്ള ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. ഇതിനു മുമ്പും ചാനലിൽ ഇൻസ്റ്റൻ്റായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.